என்னாச்சு? ஆக்சிடென்ட். ஆக்சிடென்ட் எல்லாம் இங்க எடுக்க மாட்டாங்க. ஐயோ வெரி சீரியஸ். டாக்டர் விളിക്കേ. டாக்டர் கிரிக்கெட் பார்க்க வீட்டுக்கு போயிருக்காரு. ஏய் விளையாடாத. டாக்டர் விളിക്കേ. ഞാൻ ആരാണെന്ന് தெரியுமா? കേരള ഡിസ്ട്രിക്ട് കളക്ടർ വിളിക്കേ. அம்மா உனக்கு என்னாச்சும்மா? யாரா யாரா அந்த வண்டிக்காரன்? நீயா? ഞാനല്ല, വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോയി. நீதான் அந்த வண்டிக்குள்ள இருந்த? எங்க அம்மாவுக்கு ஏதாவது ஆச்சுன்னா கொல்லிடுவேண்டா. இந்த ஊரை பத்தி தெரியுமா உனக்கு? എങ്ങനെയെങ്കിലും ഒന്ന് തടിതപ്പാ. ஏண்டா ஹாஸ்பிடல் போட்டு தப்பிக்க பாக்குறியா? ഞാനൊരു ഹെൽപ്പ് ചെയ്താന്നേ. ஹெல்ப் என்ன ஹெல்ப்டா? ഹെൽപ്പ് ചെയ്താന്ന് പറഞ്ഞില്ലേ? പണത്തെ കൂടറാ. പണോ? എന്തിന്? എന്താ കാണിക്കണേ? அம்மாவுக்கு இசிஜி எக்ஸ்ரே ஸ்கேனிங் எவ்வளவு ஆகும்னு தெரியாது. புடுற. அதுக்கு என்ன கிரெடிட் கார்டா? கிரெடிட் கார்டா? செயின் கீனிங்க. ஓலும். போடா. அம்மா. എന്താ മനുഷ്യർക്ക് ഇങ്ങനെ? ഡ്രസ്സിൽ മുഴുവൻ ബ്ലഡ് ആയല്ലേ. ഇക്കാലത്തൊരു ഉപകാരം ചെയ്യാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. ആ പോട്ടെ, ആ പാവം തള്ള രക്ഷപ്പെട്ട് കാണും ഇല്ലേ? അത് മതി. എന്നാലും കയ്യിലെ കാശ് പോയത് മെച്ചം. നമ്മള് നമ്മുടെ കടമ ചെയ്തു ഇല്ലേ? ബസ് സ്റ്റാൻഡ് അടുത്താ? இன்னும் கொஞ்சம் போனோம் சார். ഓ സോറി, ബുദ്ധിമുട്ടായി ഇല്ലേ? ടെൻഷൻ അടിക്കണ്ട, ബസ് വേറെ കിട്ടും. ഇഡിയറ്റ്. എത്ര പൈസ? ഞാൻ പോയി ബസിന്റെ സമയം ചോദിച്ചിട്ട് വരാം. ഇവിടെ നിർത്തുന്ന ബാംഗ്ലൂർ ബസ്സിന് രാത്രി 10:30 മണിക്കേ ഉള്ളൂ. ബ്ലഡ് ആയതല്ലേ, ഡ്രസ് മാറണ്ടേ? ഡ്രസ് ഉണ്ടോ? എന്റെ ഡ്രസ് തനിക്ക് പറ്റോ? അല്ല, എന്റെ ഡ്രസ് എന്റെ കയ്യിലുണ്ട്. തനിക്ക് ഇറങ്ങുന്ന കാണാതായപ്പോ ഇതിലും ഇല്ലെന്ന് ഞങ്ങൾ കരുതിയത്. ബസ് എത്തിയതറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. ഡ്രൈവർ അയക്കുന്നാണല്ലോ അമ്മായി പറഞ്ഞത്. അത് അയാള് വന്നില്ല, പനി. പിന്നെ ഞങ്ങള് തന്നെ പോന്നു. എന്താ പറ്റിയെന്നല്ലേ? വലിയ കഥയാ സുധിയേട്ടാ, പറയാം. എന്നിട്ട് അയാളെവിടെ? ആ കഥാപാത്രം അതാ കോമഡി. ഈ ലെറ്റർ എഴുതി വെച്ച് സ്ഥലം വിട്ടു. ആഹാ. അച്ചമ്മ. എന്റെ അമ്മേ, വന്ന് കേറിയില്ലല്ലോ. ഹലോ ഹലോ അച്ഛമ്മേ, റേഞ്ച് ഇല്ല. ഹലോ, അത് ലാൻഡ് ഫോണാ. ആ യുവസുകാരനെ കൊണ്ടെന്നെ കെട്ടിക്കാൻ അച്ഛമ്മയ്ക്ക് എന്താ എത്ര വാശിയമ്മായി? എനിക്കൊന്നും താല്പര്യമില്ല. കല്യാണം ഉണ്ടാക്കാനും നടത്താനും ഒക്കെ അമ്മയ്ക്ക് പണ്ടേ വലിയ ഉത്സാഹ. രാഗിയുടെ കല്യാണത്തിന് എന്തായിരുന്നു ആവേശം. ഞങ്ങള് പ്രേമിച്ചതുകൊണ്ട് അമ്മമ്മയ്ക്ക് വലിയ റോളില്ലാണ്ട് പോയി ഇല്ലേ? അതിന്റെ ചെറിയൊരു കറിവ് കക്ഷിക്ക് ഇപ്പോഴും എന്നോടുണ്ട്. കക്ഷി കണ്ടുപിടിച്ച ആളല്ലോ ഞാൻ. ചുമ്മാ പറയല്ലേ, അമ്മമ്മയ്ക്ക് സുധിയേട്ടനെ വലിയ ഇഷ്ട. വഴിയില് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ഏയ് ഇല്ല അങ്കിൾ. എങ്ങനെ ഉണ്ടായിരുന്നു ചെന്നൈയിലെ പ്രോജക്ട്? നന്നായിരുന്നു. പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ ചെന്നപ്പോ ഒരു ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയെ പരിചയപ്പെട്ടു. അങ്കിളിനൊപ്പം ലയോളയിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, തൈരുവട സുബ്ബു രസികനാ. ഷാപ്പാട്ട് രാമൻ കണ്ടിട്ട് കൊല്ലം കുറയായി. ഇനി എന്താ ശ്രേയയുടെ പരിപാടി? കോഴ്സ് കഴിഞ്ഞില്ലേ ഇപ്പോ? അതാ ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞ അച്ഛമ്മ പിടിമുറുക്കിരിക്കുന്നത്. ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് കുറച്ചു നാള് ഇവിടെ തന്നെ കൂടാൻ പോവാ. ഒരു ജോബ് തരപ്പെടുത്തിയെടുക്കണം. എവിടെ ദീപ്തി? എത്തിയോ? നിനക്ക് എക്സാം ഇല്ലേ? ഹാ, ഇന്ന് തീരും. ഹോ, ഈ MBBS കുറെ കട്ടിയാ. ഇനിയും കിടക്കുന്നു 3 കൊല്ലം. എന്തായി ഇന്നലത്തെ യാത്രയുടെ ക്ലൈമാക്സ്? അതൊരു ബോളിവുഡ് ഫിലിം പോലെ ഉണ്ട്. ലാസ്റ്റ് ഹീറോ മിസ്സിംഗ്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ആളെ കാണാനില്ല. എങ്ങനെയുണ്ട് കക്ഷി? ആ, ഞാൻ അയാളുടെ പേര് പോലും ചോദിച്ചില്ല. അയ്യേ, ഇത്രയും സമയം കൂടെ ഉണ്ടായിട്ടോ? അയാൾ എന്റെ പേരും ചോദിച്ചില്ല. പേര് മാത്രല്ല,
എന്നെ പറ്റി ഒന്നും ചോദിച്ചില്ല. അതാ തമാശ. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ പരിചയപ്പെടുന്നതിന് മുമ്പേ ചാടി കേറി മൊബൈൽ നമ്പർ ചോദിക്കേണ്ടതാണല്ലോ. വല്ല വട്ടുകേസ് ആവോ? കണ്ടിട്ട് ഒരു മാന്യനാണെന്നാ തോന്നിയത്. ബസ്സിൽ ഒറ്റയ്ക്ക് കിട്ടിയ കിളവന്മാര് വരെ തോണ്ടുന്ന കാല. ഒന്നെങ്കിൽ മാന്യൻ, ഇല്ലെങ്കിൽ ഭൂലോക ഫ്രോഡ്. ഫ്രോഡാവില്ല. ആക്സിഡന്റിൽ പെട്ട് തള്ളേ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മെനക്കെട്ടതൊക്കെ സിൻസിയർ ആയിട്ട് തന്നെയാ. പിന്നെന്താ പിടിതരാതെ മുങ്ങിക്കളഞ്ഞത്? ഹാ, അതാ പിടികിട്ടാഞ്ഞത്. ഞാൻ അയാളെ ആവശ്യമില്ലാതെ കൊറേ വഴക്കും പറഞ്ഞു. നിക്കില്ല. ആ മോർണിംഗ്. ഇല്ല, തിയേറ്ററിലായിരുന്നു. എനിക്കൊന്ന് കാണണമല്ലോ നിന്നെ. വൈകിട്ട് വരെ ഫ്ലാറ്റിലേക്ക് ഇറങ്ങ. ഫ്ലാറ്റിന്റെ കാര്യത്തിൽ തന്നെയാ. അത് വാടകയ്ക്ക് കൊടുക്കും നീ. എന്താ ഇപ്പോ? എന്റെ സിഇഒക്കാ. സാറ് ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ. എന്റെ ഫ്രണ്ടാ ഡോക്ടർ സുധീർ കൃഷ്ണ. ഓ, വരൂ. ഏട്ടന്റെ ഫ്ലാറ്റ്. ഫാമിലി ആയിട്ട് ദുബായിലാ കക്ഷി. ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാ. ബാച്ചിലർ അല്ലേ? അതെ. ഫുഡ് ഉണ്ടാക്കാൻ ഒരു കുക്കിനെ സംഘടിപ്പിക്കാം. അതൊന്നും വേണ്ട, ഒറ്റയ്ക്ക് ജീവിച്ച് നല്ല ശീലമുണ്ട്. നിഖില് നിർബന്ധിച്ചോണ്ടാ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ. സത്യം പറയാലോ, ഭാര്യയെ പേടിക്കാതെ സ്മോൾ അടിക്കാൻ ഇടയ്ക്ക് ഞങ്ങൾ കൂടുന്ന സ്ഥലമാ. അതാ ഇവന്റെ ടെൻഷൻ. വാടകയ്ക്ക് കൊടുത്താ പിന്നെ വേറെ സ്ഥലം അന്വേഷിക്കണ്ടേ? അതിന്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സുധീറിന് എപ്പോ ആണെങ്കിലും വരാലോ. വിരോധമില്ലെങ്കിൽ ഞാൻ കമ്പനിയും തരാം. അപ്പൊ പ്രശ്നമില്ല. ആ ഒരു ശങ്ക മാറി കിട്ടി. ഇന്ന് തന്നെ തുടങ്ങണോ? നിഖിലേ, നിന്റെ സാറ് നമ്മുടെ ഗുരുവാകുന്ന ലക്ഷണമുണ്ട് കേട്ടോ. ಆಯ್ತು ಆಯ್ತು, ನಾನು ಈಗ ಓಡಿಕೊಂಡು ನಡ್ಕದಲ್ವಾ? ಹೋಗಲೇ ಸುಮ್ನ ಬಾಲಗನ ಕಣ್ ಕಾಣ್ಕದಿಲ್ವ ನಿನ್ಗೆ? ಏನ സർ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ഒന്ന് പോടപ്പനെ, ഞാൻ കുറെ സാബിമാരെ കണ്ടിട്ടുള്ള. അയ്യേ, മലയാളി.